Hi Sundaris, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും Asvi മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ again Euphorbia unboxing video ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സെപ്റ്റംബർ മന്തിന്റെ അൺബോക്സിംഗ് ആണ്. ഞാൻ ലാസ്റ്റ് മന്ത് ഓഗസ്റ്റ് മന്തിന്റെ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ പേർക്ക് അത് ഇഷ്ടമാവുകയുണ്ടായി. സോ കഴിഞ്ഞ തവണത്തെ പോലത്തെ തന്നെ ഇത്തവണത്തെ പ്രോഡക്ട്സും ഭയങ്കര അടിപൊളിയാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ യൂഫോബിയ ബോക്സ് എന്താണെന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണത്. അത് സാധാരണ സബ്സ്ക്രിപ്ഷൻ ബോക്സ് പോലെ തന്നെ കുറച്ച് അധികം നാളത്തെ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഒരു ബോക്സിന്റെ കാശ് നമുക്ക് കുറഞ്ഞു കിട്ടും. ഒരു യൂഫോബിയ ബോക്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 309 rupees ആണ്. ആൻഡ് അത് 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 299 rupees ആവുകയും 6 months സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് 289 rupees ആവുകയും പിന്നെ അത് ഒരു വർഷത്തെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ബോക്സിന് 259 rupees ആവുകയാണ് ചെയ്യണത്. പിന്നെ കുറേ പേര് ചോദിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നുള്ളത്. ഇല്ല, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. നമ്മൾ മുൻകൂട്ടി അവരുടെ സൈറ്റിൽ പോയി പേ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുള്ളൂ. സോ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ യൂഫോബിയ ബോക്സിൽ അൺബോക്സിംഗിൽ പറയേണ്ടായതാണ്. പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ അവർക്ക് സംശയമൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യണതാണ്. ഈ മാസം സബ്സ്ക്രിപ്ഷൻ ബോക്സ് എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞ മാസത്തെ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു കാർട്ടൺ പാക്കേജിങ്ങിലാണ് ആദ്യം വരിക. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു പൗച്ചിലാണ് എല്ലാ പ്രോഡക്ട്സും കൂടി കിട്ടണത്. അപ്പൊ നമുക്കൊരു പൗച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പൗച്ചിനെ കാട്ടിലും ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇതിൽ നിറയെ മൂങ്ങയാണുള്ളത്, പല പല കളറിലെ മൂങ്ങയായിട്ടാണുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇനി തുറന്നിട്ട് ഓരോരോ പ്രോഡക്ട്സ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കാർഡാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് യു ആർ ഗോൾഡ് ബേബി, സോളിഡ് ഗോൾഡ്. സോ യൂഷ്വലി എല്ലാ സബ്സ്ക്രിപ്ഷൻ ബോക്സും എനിക്ക് തോന്നുന്നു തീം ബേസ്ഡ് ആയിട്ടാണ് വരിക. സോ ഇത്തവണത്തെ ഈ യൂഫോബിയ ബോക്സിന്റെ തീം എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് ഒബ്സഷൻ ഉള്ള കാര്യമാണ് അല്ലേ. എല്ലാ മലയാളികൾക്കും സ്വർണ്ണം വലിയ ഇഷ്ടം. അപ്പോൾ ഈ ജനറേഷനിലെ കുട്ടികൾക്കൊന്നും സ്വർണ്ണം അത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും കല്യാണത്തിന്റെ ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്വർണ്ണം ഉണ്ടെന്നാണ് മിക്ക പെൺകുട്ടികളുടെ ആഗ്രഹം തോന്നുന്നത്. കാരണം ഇപ്പോഴും നമ്മൾ ആ ഒരു ട്രെൻഡ് തന്നെയാണ് ഫോളോ ചെയ്യണത്. എത്ര സ്വർണ്ണം ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും പിന്നീട് ഇട്ടില്ലെങ്കിൽ പോലും കല്യാണത്തിന് അന്ന് ഗംഭീരമായിട്ട് സ്വർണ്ണം ഇടും. അതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരോ പ്രൊഡക്ട്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇയറിങ്സ് ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 245 rupees ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നില്ലേ, നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ശരിക്കും പറഞ്ഞാൽ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഗോൾഡ് ആണ്. ഇത് ശരിക്കുള്ള ഗോൾഡൻ ഷെയ്ഡ് അല്ല. ആൻഡ് ഇത് നിങ്ങൾക്ക് കാണാം നല്ലൊരു വെറൈറ്റി ഉണ്ട്, നല്ല വെറൈറ്റി പീസാണ്. യൂഷ്വലി ഇങ്ങനത്തെ ഇയറിങ്സ് വരിക ഹാങ്ങിങ് ആണ്, അതായത് ഹുക്കിലാണ് വരിക. എനിക്ക് ഹുക്കിനെക്കാട്ടും ഇഷ്ടം സ്റ്റഡ് ഉള്ളതാണ്. പ്രത്യേകിച്ച് എനിക്ക് ഈ കാതിൻ്റെ തട്ട് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇത്രയെങ്കിലും ഹെവി ആണെങ്കിൽ കാത് വല്ലാണ്ട് തൂങ്ങി നിൽക്കണ പോലെ തോന്നും. അപ്പോൾ എനിക്ക് കൂടുതൽ സൂട്ട് ആവുന്നതും പിന്നെ അത് മാത്രമല്ല കാത് വേദനിക്കാണ്ട് കുറേ കൂടി നേരെ ഇടാൻ നമുക്ക് നല്ല സ്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോല് പോലൊരു സംഗതി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ജുംക ഉള്ളത്. പിന്നെ അതിൽ കുറേ മണികളുണ്ട്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് ഈ ബോക്സ് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇപ്പം തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ടീഷർട്ടൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് ഈ കമ്മൽ. ഞാൻ വിചാരിച്ചു ടീഷർട്ടിൻ്റെ ഒപ്പം എങ്ങനെ ഈ കമ്മലിടാം. അപ്പോൾ ഞാൻ വേഗം കുർത്തിയൊക്കെ എടുത്തിട്ട് ഈ കമ്മലിന് മാച്ച് ആവാൻ വേണ്ടിയിട്ട്. ആൻഡ് കുർത്തിയുടെ ഒപ്പം നല്ല രസമുണ്ട് അല്ലേ. സോ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ആണ്. ഇത് ഓൾ ഡേ ലിപ്പ് ആൻഡ് ചീക്ക് കളർ ബ്ലഷ് സ്റ്റിക്കാണ്. മേക്കപ്പ് ബ്രാൻഡ്സിൻ്റെ ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കയ്യിലുണ്ട് ഇതേപോലത്തെ ബ്ലഷ്. പിന്നെ മെബലിൻ്റെ കയ്യിലുണ്ട്. അതേപോലെ ഇപ്പോൾ ലാക്മിയുടെ കരീന കപൂറിൻ്റെ ഒരു പുതിയ ലോഞ്ച് ഇറങ്ങിയിട്ടില്ലേ, അതിനൊക്കെ ഉണ്ട്. കരീന കപൂറിൻ്റെ പുതിയ ലോഞ്ചിൻ്റെ വില കണ്ടിട്ട് ഞാൻ ബോധം കിട്ടില്ല എന്നുള്ളൂ. അതിൻ്റെ 1500 ഒരു ബ്ലഷ് സ്റ്റിക്കിനൊക്കെ എന്തൊരു വിലയാണ് എൻ്റെ ദൈവമേ. എന്തായാലും ഞാനത് മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വില കൂടുതലും കൂടി കണ്ടപ്പോൾ നല്ല സമാധാനമായി. അപ്പോൾ എന്തായാലും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് 399 rupees ആണ്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് ആപ്പിൾ റെഡ് ആണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ആക്ച്വലി 4 ഷെയ്ഡ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യായിരുന്നു. അവർ മെയിൽ അയച്ചിട്ട് ചോദിക്കുകയുണ്ടായി ഏത് ഷെയ്ഡാണ് വേണ്ടതെന്നുള്ളത്. ഞാൻ ആപ്പിൾ റെഡ് ആണ് ചൂസ് ചെയ്തത്. സോ നമ്മൾ പ്ലാൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മാസത്തെ മാത്രമായിട്ടല്ല പർച്ചേസ് ചെയ്യണം, പക്ഷേ നമ്മൾ 3 മാസം 6 മാസം അങ്ങനത്തെ പ്ലാൻ ഏതെങ്കിലും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ അവർ ഈ യൂഫോബിയ ബോക്സ് സെൻഡ് ചെയ്യണേക്കാളും മുമ്പ് നമുക്കൊരു മെയിൽ അയക്കും. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മെയിൽ അയക്കും. ഇങ്ങനെ 4-5 ഷെയ്ഡ് ഉണ്ട് പറഞ്ഞിട്ട് ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ ചൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ആപ്പിൾ റെഡ് ആണ് ചൂസ് ചെയ്തത്. കാരണം റെഡ് ആകുമ്പോൾ അങ്ങനെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഇല്ല. ന്യൂഡ് ഷെയ്ഡുകളൊക്കെ നമുക്ക് സംശയം എസ്പെഷ്യലി എനിക്ക് ഇരുനിറം ടു ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ട് ന്യൂഡ് ഷെയ്ഡ് ചിലപ്പോൾ വാഷ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി റെഡ് ആണ് ഓപ്റ്റ് ചെയ്തത്. ആൻഡ് നിങ്ങൾക്ക് കാണാം ഇത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചബ്ബി സ്റ്റിക്കാണ്. ഇത് ലിപ്സ്റ്റിക് ആയിട്ടും ഉപയോഗിക്കാം, അതേപോലെ ബ്ലഷ് ആയിട്ടും ഉപയോഗിക്കാം. ലിപ്സ്റ്റിക് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രീമി ഫിനിഷ് ആണ്. ഇതൊരു മാറ്റ് ഫിനിഷ് അല്ല. അത് മാത്രമല്ല ഇതൊരു ഗോൾഡൻ
കുഞ്ഞു കുഞ്ഞൊരു ഗോൾഡൻ ഷിമ്മർ പാർട്ടിക്കിൾ ഉണ്ട്. അങ്ങനെ ഓവറൊന്നുമല്ല, പെട്ടെന്ന് കണ്ട് അറിയില്ല, പക്ഷെ വളരെ ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. നമുക്കത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം, നല്ല പെട്ടെന്ന് ബ്ലെൻഡ് ആവുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഐ ഷാഡോ, ക്രീം ഐ ഷാഡോ ആയിട്ടും യൂസ് ചെയ്യാം. എനിക്ക് ക്രീം ഐ ഷാഡോ ആയിട്ട് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയില്ലേ, കുഞ്ഞു കുഞ്ഞു ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ ഭംഗി. ആൻഡ് ഡെഫിനറ്റ്ലി ക്രീമി പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് മാക്സിമം 2-3 മണിക്കൂറേ നമ്മുടെ ലിപ്സിൽ ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അതിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എന്തായാലും കുഴപ്പമില്ല. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിപ്പ് മാസ്ക് ആണ്. ആൻഡ് ഇത് കൊളാജൻ ലിപ്പ് മാസ്ക് ആണ്. ആൻഡ് കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ല കാര്യമാണ്. ആക്ച്വലി സ്കിന്നിനാണെങ്കിലും ഹെയറിലാണെങ്കിലും ഒക്കെ വളരെ നല്ല കാര്യമാണ്. ആൻഡ് ഇത് നമ്മൾ ഷീറ്റ് മാസ്ക് ഒക്കെ മുഖത്തിന് വേണ്ടി അപ്ലൈ ചെയ്യില്ലേ, സ്കിന്നിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഹെൽത്തി ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് പകരം അതിന് ലിപ്സിന് വേണ്ടിയിട്ടുള്ള മാസ്ക് ആണ് ഇത്. നമുക്കിത് പൊളിച്ചിട്ട് ലിപ്സിൽ ഇങ്ങനെ വെക്കാം. സോ ഞാൻ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് മാസ്ക് പുറത്തുനിന്ന് മേടിച്ചിട്ട് ഇതുവരെയും ട്രൈ ചെയ്തു. പക്ഷേ ഞാൻ വീട്ടിൽ തന്നെ ടിഷ്യൂ ഒക്കെ വെട്ടിയിട്ട് ഷീറ്റ് മാസ്ക് പോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സത്യമാണ്, ഒരു നല്ലൊരു ലൈക്ക് നമ്മുടെ സ്കിന്ന് കുറച്ചൊരു ഹെൽത്തി ഗ്ലോ പോലെ തോന്നിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ല, നന്നാവെന്ന് വിചാരിക്കും. സോ അടുത്ത പ്രോഡക്റ്റ് മാജിക് ഡസ്റ്റ് ഫ്രഷ് നാച്ചുറൽ ഗോൾഡ് ഫേസ് പാക്ക് ആണിത്. 50 ഗ്രാം ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണിത്. 990 rupees ആണ് ഇതിന്. സോ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. സോ ഇതിനകത്തൊരു സീലുണ്ട്, ഞാൻ ഇതുവരെയും പൊട്ടിച്ചിട്ടില്ല, ഒന്ന് പൊട്ടിക്കട്ടെ. നല്ല മണമാണ്, നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ്. പിന്നെ ഫേസ് പാക്ക് അല്ലേ, നമുക്കിത് കുറച്ച് നേരം ഇതിലിപ്പോൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ദ ഫേസ് പാക്ക് എസ് തിക്ക് ലെയർ ഓൾ ഓവർ ദി ഫേസ് ആൻഡ് നെക്ക്, അവോയ്ഡ് ദ ഏരിയ അറൌണ്ട് ദി ഐസ് ആൻഡ് വെയിറ്റ് ടിൽ സെമി ഡ്രൈസ് ഓഫ് the face pack and remove it with wet cotton. So as usual എല്ലാ ഫേസ് പാക്കും ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു തിക്ക് ലെയർ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യാം. സോ ഇൻ ടോട്ടൽ 2000 rupees വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ ഒരു മാസത്തെ ബോക്സ് ആയിട്ട് മേടിക്കുമ്പോൾ 309 rupees ആയിട്ട് കിട്ടുന്നത്. എഗെയിൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലും കുറവ് വിലയ്ക്ക് കിട്ടും. അതാണ് ഈ മാസത്തെ യൂഫോബിയ ബോക്സ്. എനിക്ക് നല്ല ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മലാണ് ഏറ്റവും ഇഷ്ടമായത്. നല്ല കിലുക്കമുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി കമ്മൽ. സോ ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ വെബ്സൈറ്റ് ഇടാം. അപ്പോൾ അതിൽ പോവുക, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഓരോ പ്രോഡക്റ്റ്സ് തന്നെ മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബോക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ ബോക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കപ്പോൾ തിരഞ്ഞെടുക്കാം ഏത് പ്ലാനാണ് വേണ്ടതെന്നുള്ളത്, എന്നിട്ട് പേ ചെയ്യാം. അങ്ങനെയാണ് കാര്യങ്ങൾ. കൂടാണ്ട് ഓരോ സബ്സ്ക്രിപ്ഷൻ പ്ലാനിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഈ മാസം കിട്ടിയ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. സോ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, അതെല്ലാ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അപ്പോൾ നമുക്കത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോസിനെയും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബിനടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. Bye.